തൃശൂരിൽ റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വടക്കാഞ്ചേരി അകലമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപമാണ് സംഭവം. ഇന്ന് ഉച്ചയ്ക്കും ഇതേ സ്ഥലത്ത് ഡൗൺ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ വീണ്ടും മണ്ണിടിഞ്ഞിരിക്കുകയാണ്. വലിയ ആശങ്കയുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴവിടുത്തെ നടപടികൾ? അതായത് ഈ ട്രാക്കിലേക്ക് അതായത് വലിയ തോതിൽ മണ്ണിടിച്ച് വീണിട്ടില്ല, പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് അടർന്ന് വീണിട്ടുണ്ട്. അത് ട്രാക്കിൻ്റെ വശങ്ങളിലേക്ക് പോയി. അതോടുകൂടി കുറച്ച് സമയം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. പക്ഷേ അധിക സമയം, അതായത് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലേക്കല്ല. മുള്ളൂർക്കരയ്ക്കും വടക്കാഞ്ചേരിക്കും ഇടയിലുള്ള ഇടത്താണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത്. ഈ ഭാഗത്തുള്ള അറ്റകുറ്റപ്പണികൾ, അതായത് ഈ മണ്ണിടിഞ്ഞ് വീണ ഭാഗം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെയിൽവേ അധികൃതർ പരിശോധിച്ചു. ട്രാക്കിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തകരാറുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ചു. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതേ തുടർന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റെയിൽവേ ഗതാഗതമാണ് പൂർണ്ണമായും അല്പസമയം തടസ്സപ്പെട്ടത്. പിന്നീട് വീണ്ടും ഇപ്പോൾ റെയിൽ ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ മണിക്കൂറുകളോളം വൈകിയാണ് ട്രെയിനുകൾ ഓടുന്നത്. പല സ്ഥലത്തു നിന്നുള്ള ട്രെയിനുകൾ, അതായത് ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഈ മംഗലാപുരം ഭാഗത്തു നിന്നുമായാലും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തു നിന്നുമായാലും വരുന്ന 2 ഭാഗത്തു നിന്നും വരുന്ന ട്രെയിനുകൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ട്രാക്കാണ്. അതുകൊണ്ട് തന്നെ നിരവധി ട്രെയിനുകൾ ഇതുവഴി വരാനുണ്ട്. ഈ ഒരു റെയിൽ ഗതാഗതം അല്ലെങ്കിൽ ഈ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞ് വീണ ഒരു സമയത്ത് തന്നെ ഗതാഗതം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു കുറച്ച് സമയം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൂടെ ഓടേണ്ട ട്രെയിനുകളെല്ലാം തന്നെ മണിക്കൂറുകളോളം പിടിച്ചിട്ട ഒരു സ്ഥിതിയാണുള്ളത്. ഏകദേശം 1.5 മണിക്കൂറോളം വൈകിയാണ് പല ട്രെയിനുകളും ഇപ്പോൾ ഇതുവഴിയുള്ള ട്രെയിനുകൾ ഓടുന്നത്.